ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച നമുക്കൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ നിലാ ബേബിയും കൂടി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലയ്ക്ക് വണ്ടിയിൽ കയറിയ ഉടനെ ഇരിക്കാൻ പാടില്ല കേട്ടോ, നിൽക്കണം. നിന്ന് കഴിഞ്ഞിട്ട് അവൾക്ക് ഇങ്ങനെ ചാടണം. ഇരുത്തി കഴിഞ്ഞാൽ അപ്പോൾ കരയുക. അത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കരയുന്നുണ്ട് കേട്ടോ. ഇരുത്താൻ നോക്കുമ്പോഴത്തേക്കും ഒക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. നമ്മുടെ വീടിനടുത്തുനിന്ന് ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 10:30-ക്കും 11 മണിക്കും ഇടയ്ക്കാണ് മുഹൂർത്തം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 11:30-ക്കും 12 മണിക്കുമായിരുന്നു മുഹൂർത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. അവിടെ ചെന്ന് ഇറങ്ങുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അവിടെ ചെന്നിട്ട് നമ്മളൊരു ജ്യൂസ് കുടിച്ചു. എന്നിട്ട് നേരെ പോയി അവിടെ കുറേ നേരം നിന്നു. പിന്നീട് താലപ്പൊലിയൊക്കെ ആയിട്ട് കല്യാണപ്പെണ്ണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കുറേ നോക്കി. പക്ഷേ ക്യാമറാമാന്മാർ അതുപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് ക്ലിയറായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. നിലാ ബേബി ചൂടുകൊണ്ടാണോയെന്ന് അറിയില്ല, ഇച്ചിരി വാശിയും അതുപോലെ തന്നെ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ അവളെ അങ്ങ് എടുത്തിട്ട് പോയി. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയത് അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ താലികെട്ടിന് മുമ്പുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അതിനുശേഷം പിന്നീട് താലികെട്ട് നടന്നു. നിലാ ബേബി അപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു പോയി ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോയി. സദ്യ ആയിരുന്നു കേട്ടോ. സദ്യ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് നിലവിനെ വാങ്ങി. പിന്നെ ഏട്ടൻ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. പിന്നെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ നമ്മളൊരു ഫലൂഡ കഴിക്കാനായിട്ട് കയറി. ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫലൂഡയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ എന്തൊക്കെ തരം വെറൈറ്റി ഫലൂഡാസ് ഉണ്ടോയെന്ന് ചുമ്മാ നോക്കുമായിരുന്നു കേട്ടോ. ഫലൂഡ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിലയ്ക്ക് പിന്നെ ഐസ്ക്രീം വേണം എന്നുള്ളൊരു അതിൻ്റെ മുകളിലിരിക്കുന്ന ഐസ്ക്രീം വേണമെന്നായി. അപ്പോൾ പിന്നെ അമ്മ പിന്നെ കുറേശ്ശെ ജസ്റ്റ് ചുമ്മാ ഒന്ന് വായിലേക്ക് ചുമ്മാ വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരയായിരുന്നു പിന്നീട്. പിന്നെ ഞാനൊരു കണ്ണാടി കണ്ടപ്പോഴത്തേക്കും ചുമ്മാ വെറുതെ അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തു. ഇതൊക്കെ ഏട്ടൻ്റെ ഇതാണ് കേട്ടോ. ഏട്ടൻ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇവളിങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെയും ഇങ്ങനെ മാറി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു കുടുംബം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.